നമുക്ക് നല്ല അടിപൊളി ഫിഗിന്റെ ഒരു ഷേക്കാണ് അടിക്കാൻ പോകുന്നത്. ഇത് മിക്ക ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കും, പക്ഷേ ഇത് വേറൊരു രീതിയിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റിയിട്ടാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മുടെ അത്തിപ്പഴം, ഉണക്ക അത്തിപ്പഴം, അതായത് ഡ്രൈഡ് ഫിഗ്. അത് നമ്മൾ 2 വലുതാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് ചൂട് പാലിൽ ഒന്ന് സോക്ക് ചെയ്ത് ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണിത്. അപ്പൊ അത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ തന്നെ പഞ്ചസാര ആഡ് ചെയ്യാം. ഇതിപ്പം ഞാനിവിടെ 2.5 സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പം ആഡ് ചെയ്യുന്നത്. അതൊക്കെ ഓരോ ആളുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാം. അങ്ങനെ ഞാൻ മിക്സ് നല്ലോണം നമുക്ക് തരിയൊന്നും ഇല്ലാതെ നല്ല ലൂസായിട്ട് അടിച്ചെടുക്കാം. ഇത് നല്ല എന്താ പറയുക, കുഴമ്പ് രൂപത്തിലിപ്പോൾ കിട്ടും. ഇങ്ങനെ കുറച്ച് പാലിട്ടിട്ട് അടിക്കുമ്പോൾ അതാണ് ഗുണം. കണ്ടോ, നല്ലോണം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പിസ്തയുണ്ട്, ആ പിസ്തയും ഒരു 2 സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അതൊക്കെ ഒന്ന് നല്ലോണം യോജിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണിത് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലോണം അടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതിപ്പോൾ നല്ലൊരു കണ്ടോ, നല്ലൊരു കുഴമ്പ് രൂപത്തിലാണുള്ളത്. അപ്പോൾ ഒരു ഷേക്ക് എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു കുറുക്കിൻ്റെ രൂപത്തിലാണുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടെ തണുത്ത പാലൊഴിച്ച് ഒന്ന് ലൂസാക്കാം. അത് കുറച്ചുകൂടെ പാലിട്ടിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് അടിക്കുന്നുണ്ട്. നല്ലോണം ഇത് അടിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ. കണ്ടോ, നല്ലൊരു എന്താ പറയുക, ഷേക്കിൻ്റെ അതേ രൂപത്തിലായിട്ടുണ്ട്. ഇത് നമുക്കിനി ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇത് നല്ലൊരു ഡ്രിങ്കല്ല, ഷേക്കാണ് ശരിക്കും പറഞ്ഞാൽ. നല്ലൊരു ഹെൽത്തി ഷേക്കാണ്, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് പിസ്ത പൊടിച്ചത് ഒരു ഗാർണിഷിന് വേണ്ടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിങ്ങനെ നമ്മൾ കുടിക്കുമ്പോൾ ഈ ഒരു പിസ്തയുടെ ഒരു പീസസും കൂടെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുക. ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക, എങ്ങനെയുണ്ടെന്നുള്ളത് അറിയിക്കുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടെ എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനത്തെ വീഡിയോസ് എനിക്ക് കിട്ടുള്ളൂ, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.